ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അനുമോള് ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു. കാരണം അനുമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് കുലസ്ത്രീയാണ്, ഡ്രാമ ക്യൂനാണ്, സീരിയലാണ് അതിനകത്ത് കാണിക്കുന്നതൊക്കെ പറഞ്ഞാലും അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ അടുത്തൊക്കെ കാണുന്ന പോലത്തെ ഒരു പെൺകുട്ടി, കുറച്ച് കുശുമ്പും മുന്നായ്മയും കുറച്ചൊക്കെ ഉള്ളതും, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞാൽ ഉടനടി ചോദിക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നൊന്നും അറിയാതെ ഒരു മുഖംമൂടി ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുമോളെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനുമോളെ വിമർശിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അത് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ജിസേലും അതുപോലെ തന്നെ ആദില, നൂറ അവരൊക്കെയാണ് കൂടുതൽ പ്രോഗ്രസീവ് തോട്ടുള്ള പെൺകുട്ടികളെന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെ അല്ലാത്ത കുറച്ച് ആളുകളുണ്ട് എന്നുള്ള രീതിയിൽ ഒരു റെപ്രസെന്റേറ്റീവ് നമുക്ക് വേണമെങ്കിൽ അനുമോളെ കാണാം. ഇപ്പോൾ ലക്ഷ്മി ആണെങ്കിൽ കണ്ടില്ലേ, നേരെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് ലെസ്ബിയൻ കപ്പിൾ, ഗേ കപ്പിൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും തീരെ ഇഷ്ടമില്ല. അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിനെ ജനറലൈസ് ചെയ്യാനോ നോർമലൈസ് ചെയ്യാനോ ഒന്നും താല്പര്യമില്ല എന്നാണ് ലക്ഷ്മി തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ലക്ഷ്മിയുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ലക്ഷ്മി അത് ശരിയായിരിക്കും. അപ്പൊ ലക്ഷ്മി അതിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നത്, അത് നമുക്ക് ലക്ഷ്മി കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ അനുമോള് ലെസ്ബിയൻ കപ്പിളായിട്ട് ആദിലയുടെ നൂറയുടെ അടുത്ത് അത്രയും ക്ലോസ് ആണ്. അതുകൊണ്ട് അവരുടെ ഒരു റിലേഷൻഷിപ്പില് അനുമോൾക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് ജിസേലിന്റെ ഡ്രസ്സിങ്ങും ആര്യനുമായിട്ടുള്ള ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് പിടിക്കുന്നില്ല. അത് അനുമോളുടെ ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ അനുമോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ പോയി പുതപ്പ് മൂടി കിടന്നിട്ട് അതിനകത്ത് എന്താണ് എന്നുള്ള രീതിയിലല്ല. പക്ഷെ അതങ്ങനെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. ഒരുപാട് ഫാമിലി ഒക്കെ കാണുന്ന ഒരു ഷോ ആണ്. എത്ര പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാലും അതിൻ്റെതായുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അത് വിട്ടിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അത് മോശമാണ്. അവർ പുതപ്പിന് അടിയിൽ കിടക്കുകയോ എന്ത് ചെയ്യാൻ, അത് ആ ഷോ കഴിഞ്ഞിട്ട് അവരുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഡെവലപ്ഡ് ആയെങ്കിൽ അതിന് പുറത്ത് വന്നിട്ട് അവർക്ക് എന്തോ ആവാലോ. ഇതൊരു ഷോ ആകുമ്പോൾ അതിന് കുറച്ച് സഭ്യതയൊക്കെ കാണിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് അനുമോള ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് പരിപൂർണ്ണമായിട്ട് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രണ്ടുപേരുടെ കാര്യത്തിൽ നമ്മൾ മൂന്നാമതൊരാൾ ഇൻവോൾവ് ആയി അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ പറഞ്ഞ അനുമോൾക്ക് അത് വേണമെങ്കിൽ വിട്ട് കളയാമായിരുന്നു. പക്ഷെ അനുമോളെ അടുത്ത് ചോദിച്ചു എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ചോദിക്കില്ല. ദേഷ്യം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നില്ല, ശരിയല്ല അങ്ങനെയാണ്. അനുമോൾ അത് പറഞ്ഞു കാണിച്ചു എന്നുള്ളത് അനുമോളുടെ ഒരു ഗട്ട്സ് ആണ് അല്ലേ. ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് ഇത്തരത്തിലൊരു കാര്യം പറയുക, പിന്നെ ലാലേട്ടൻ വന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ഗട്ട്സ് വേണം. അല്ലെങ്കിൽ ആരായാലും ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ തന്നെ അവരോട് അയ്യോ എന്നോട് മാപ്പ് തരണം, എനിക്ക് തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ പറയും. അതായത് ഷാനവാസൊക്കെ പറഞ്ഞു. ഷാനവാസ് അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ അത് പറയും, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വീക്കെൻഡ് വരുമ്പോൾ തനി പൂച്ചക്കുട്ടിയാവും. ഈ പുലിക്കുട്ടി എന്ന ആൾക്ക് അതിൻ്റെ ഉള്ളിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ അക്ബർ അങ്ങനെയാണ്. ലാലേട്ടൻ മുന്നിൽ വന്നതിന് ഇവരൊക്കെ നന്മമരങ്ങളാണ്. അനുമോൾ എന്ന് പറഞ്ഞാൽ നന്മമരമായിട്ട് ഇങ്ങനെ നിന്നിട്ടും പക്ഷെ അവര് ലാലേട്ടൻ വന്നിട്ട് ആഗ്രഹിച്ചത് ഒരു മാപ്പാണ്. പക്ഷെ ആ മാപ്പ് ഇന്നേ വരെ കൊടുത്തിട്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ. അവർ കണ്ടതാണ്. പിന്നെ ക്യാമറകൾ വെച്ചിട്ട് അവർ കാണുന്നില്ല എന്ന് ബിഗ് ബോസിന്റെ ആൾക്കാരും അതുപോലെ എൻ്റെ മോശൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞാലും നമുക്ക് കാണുന്നില്ലല്ലോ. ഇവര് എഡിറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങോട്ട് വിടുന്നത്. അനുമോൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്നത് അനുമോൾക്ക് അറിയുള്ളൂ. അനുമോൾ പുറത്ത് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാൻ പറ്റും. കാരണം ഈ ഒരു കാര്യത്തിൽ അനുമോൾ ഇന്നേ വരെ ഒരു മാപ്പ് പറയുകയോ എനിക്ക് അന്ന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അനുമോള് പറയുന്നതും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോൾ അതുപോലെ കിച്ചണിൽ കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുമോള് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാകുന്നുണ്ട്. ആ കണ്ടന്റ് അവർക്ക് എതിരെ തന്നെ വരുമ്പോഴും എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുമ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുമോള് കണ്ടന്റ് അല്ലാത്ത ഒരു ദിവസം പോലും ബിഗ് ബോസ് ഇല്ല എന്ന് തന്നെ പറയാം. പല കണ്ടസ്റ്റൻസിനും നമ്മൾ തപ്പി നോക്കണം എവിടെയാണ് അവരെന്നുള്ള രീതിയിൽ. ഇതിലിപ്പോ അനുമോളൊന്ന് പിണങ്ങിയിരുന്നാൽ അത് കണ്ടന്റാണ്, അനുമോളൊന്ന് വായ തുറന്നാൽ അത് കണ്ടന്റാണ്, അനുമോൾ അടുക്കളയിൽ കയറിയത് കണ്ടന്റാണ്, അനുമോൾ എന്തെങ്കിലും പെർഫോം ചെയ്ത് അത് കണ്ടന്റാണ്. നല്ല രീതിയിൽ കണ്ടന്റിന്റെ ഒരു ഇതാണ് ശരിക്കും പറയണമെങ്കിൽ അനുമോൾ തന്നെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതിനകത്ത് കാശ് വെച്ച് വന്നാലേ അപ്പൊ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണ്ടേ എന്നുള്ളത് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു. അതേപോലെ തന്നെ അനുമോൾ ഒരുപാട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അനുമോളുടെ ഈ കണ്ടന്റുമെയാണ് മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. അത് അക്ബറിന് എന്താണുള്ളത്? അക്ബർ അതിനകത്ത് ഒന്നുമില്ല. അക്ബറിന്റെ സംസാരത്തിന്റെ പകുതി മുക്കാലും അനുമോളെ കുറിച്ചാണ്. രവിന്റെ സംസാരത്തിന് പകുതി മുക്കാലും അനുമോളെ കുറിച്ചാണ്. ഇപ്പൊ സാബുമേനാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് കുറെ വീക്കിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അനുമോളെ കുറിച്ചാണ്. അനീഷ് ആണെങ്കിൽ ഇപ്പൊ അനുമോളോട് പ്രണയം തോന്നി അത് തുറന്നു വന്നിരിക്കുകയാണ്. ഷാനവാസ്, ആദില, നൂറ എല്ലാവരും സംസാരിക്കുന്നത് കൂടുതലായിട്ടും അനുമോളെ കുറിച്ചാണ്.
അപ്പൊ അനുമോളാണ് അതിനകത്ത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് എന്നല്ലേ അതിന് വരുന്നത്. ഇപ്പൊ ആദില നൂറ് അതിനകത്തുണ്ട് ഇല്ല, ലേഡി കണ്ടസ്റ്റൻസ് 2 പേരുണ്ട്. അവരെപ്പോഴും എന്താ ചെയ്യുന്നത്, അനുമോളെ പുറകിൽ നിന്ന് കുത്തുന്ന രീതിയിലുള്ള ഒരുപാട് സംസാരങ്ങളാണ്. ഇപ്പോൾ അനുമോളായിട്ട് തെറ്റുമ്പോൾ ഉടനെ പോയിട്ട് അക്ബർ അടുത്ത് സെറ്റ് കൂടുന്നു, നെവിന്റെ തെറ്റുകളെല്ലാം മറന്ന് അവന്റെ അടുത്ത് സെറ്റ് കൂടുന്നു, ഷാനവാസിനെ ചില സമയത്ത് പുറകിൽ നിന്ന് കുത്തുന്നു, പിന്നെ കത്തി വലിച്ചൂരി, പിന്നെ അത് ഫ്രണ്ട്ഷിപ്പ് ആകുന്നു. ഇതേ രീതിയിലാണ് ആദില നൂറയും പോകുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോൾ ആരും തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല, ഒരാളെ പുറകിൽ നിന്ന് കുത്താനായിട്ട് പോയിട്ടില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ കുറിച്ചിട്ട് ശക്തമായിട്ട് എതിർത്ത് മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത്. ഇപ്പൊ അക്ബർ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ തന്റെ കൂട്ടുകാരെ കുറിച്ചിട്ട്, അത് ആദില, നൂറ, ഒരു പരിധിവരെ ശൈത്യ, ഇവരൊന്നും അനുമോള് മറ്റുള്ള കണ്ടസ്റ്റന്റ് അടുത്ത് പോയിട്ട് കുറ്റം പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ല. എത്രയും നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കിയോളൂ, ചെക്ക് ചെയ്തോളൂ. അനുമോള് സ്വന്തം കൂട്ടുകാരികളെ കുറിച്ചിട്ട് ഇന്നേ വരെ മറ്റൊരു അടുത്ത് പോയിട്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ ശൈത്യ തുടക്കത്തിലേ തൊട്ട് അനുമോളുടെ അടുത്ത് വന്നിരിക്കുന്നു, പിന്നെ അപ്പുറത്ത് പോയി കുറ്റം പറയുന്നു. ആദില അനുമോളുടെ അടുത്ത് വന്നിരിക്കുന്നു, അപ്പുറത്ത് പോയി കുറ്റം പറയുന്നു. ഈ നൂറയാണ് പിന്നെയും അനുമോളെ കുറിച്ചിട്ട് അധികം ഇതുപോലെ പറയാത്തത്. കാരണം അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ് എങ്കിലും ആദിലയുടെ ശൈത്യയുടെ അത്രയ്ക്കും ക്ലോസ് ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളും നൂറയും അത്ര ക്ലോസ് ഫ്രണ്ട്സ് അല്ല. ആദിലയായിട്ട് ഒരുപാട് ക്ലോസ് ആയതുകൊണ്ട് നൂറയായിട്ട് ഒരു ക്ലോസ് വന്നു എന്നല്ലാതെ നൂറയും അനുമോളുടെ കാര്യങ്ങൾ നോക്കിയാൽ അറിയാം അവർ അത്ര ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല. ആദിലയാണ് കൂടുതൽ അനുമോളായിട്ട് അടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അനുമോൾക്കും ആദിലയ്ക്കും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നത്. അതാണ് പ്രശ്നം. അത് അത്രയും നൂറ വരുന്നില്ല അല്ലേ. നൂറ എപ്പോഴും ആദിലയുടെ കൂടെ നിന്ന് ആദിലനെ ഉപദേശിക്കുന്നത് കാണാം. അത്രയും ആദിലാണെങ്കിൽ പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ പറയും, വിളിച്ച് പറയും അനുമോൾ. അതെന്തുകൊണ്ടാണ്, ഫ്രണ്ട് ആയതുകൊണ്ടാണ്. അത് കേട്ടിരിക്കുകയാണ് അനുമോൾ ചെയ്യുന്നത്. അങ്ങോട്ട് കൂടുതൽ പ്രതികരിക്കാറില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, അവിടെ ഒരു ബോണ്ടിങ് ഉണ്ട്. എത്ര പറഞ്ഞാലും അക്ബറും ആര്യനുമുള്ള പോലെ, അല്ലെങ്കിൽ അപ്പാനും അക്ബറും ആര്യനുള്ള പോലെ അവർക്കൊരു ബോണ്ടിങ് ഉണ്ട്. അവർ എത്ര തെണ്ടിത്തരം ചെയ്താലും എത്ര ചെറ്റത്തരം ചെയ്താലും അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. അവർ ചെയ്ത തെറ്റിനെ അവർ പറഞ്ഞ് അത് ശരിയാക്കി കൊണ്ടുവരും. പ്രത്യേകിച്ച് ആര്യൻ കുറേ സംസാരിച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരു കഴിവ് അക്ബറിനുണ്ട്. പക്ഷെ ആ ഒരു കഴിവ് നമ്മുടെ അപ്പാനിക്കില്ലായിരുന്നു. അതാണ് അപ്പാനി പെട്ടെന്ന് എവിക്റ്റ് ആയി പോകാനായിട്ട് കാരണം. ഇത് ഇവിടെ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയ്ക്ക് ആ ഒരു കഴിവുണ്ട്. നൂറ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അതിനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആദിലയ്ക്ക് ആ ഒരു കഴിവ് കുറവാണ്. അതുകൊണ്ട് ആദില പെട്ടെന്ന് എവിക്റ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പറയുമ്പോൾ അധികം ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ആദിലയ്ക്ക് പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നൂറയ്ക്ക് പിന്നെയും പ്രേക്ഷക പിന്തുണ കിട്ടും. കാരണം നൂറയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, കുറച്ചൊരു ബബ്ലിയാണ്, കുറച്ചൊരു ഭംഗി കൂടുതലാണ്. പിന്നെ കുറേ ഗെയിമിനും ഒക്കെ അവരുടേതായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ആദിലയെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നൂറ. അനുമോളുടെ ഒരു രീതി ടോട്ടലി ഡിഫറെന്റ്. അനുമോള് എന്ന് വെച്ചാൽ എല്ലാ കളികളിലും മടി കൂടാതെ പങ്കെടുക്കും. ജയിക്കുന്നോ തോൽക്കുന്നോ എന്നുള്ളതല്ല. പിന്നെ ക്യാപ്റ്റൻസിയിൽ അനുമോൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ക്യാപ്റ്റൻസിൽ വരാത്തതിന് പ്രധാന കാരണം അവിടുത്തെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. അവര് അനുമോളുടെ പേര് ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഒരു ക്യാപ്റ്റൻസിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിക്കാത്തോടത്തോളം കാലം അവർക്കതിന് പറ്റില്ല. അത് അവർക്ക് ആ ഒരു വിഷമമുണ്ട്. അത് കണ്ടസ്റ്റൻസ് ആണ് അവരെ ക്യാപ്റ്റൻസിലൂടെ നോമിനേറ്റ് ചെയ്യാത്തത്. അനുമോൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് എന്താ പറയുന്ന ഒരു വീക്കില് ബിഗ് ബോസ് തന്നെ ക്യാപ്റ്റൻ ആയിക്കോളാൻ പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ആവാം എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കഴിഞ്ഞില്ലേ അങ്ങനെ. അപ്പോൾ അങ്ങനെ ക്യാപ്റ്റൻസിൽ വന്നില്ല. പക്ഷെ ക്യാപ്റ്റൻ അല്ലെങ്കിലും ഒരു ക്യാപ്റ്റന്റെ പവറൊക്കെ അനുമോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിച്ചണിൽ ഭയങ്കര പവറാണ്. അനുമോൾ കയറി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ഉടക്കുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അനുമോൾ കയറിയാൽ അവിടെ ഉടക്കം ഉണ്ടാക്കണം എന്ന് വെച്ച് നടക്കുന്ന കണ്ടസ്റ്റൻസ് വേറെ. പ്രത്യേകിച്ച് നെവിനും അക്ബറും ആര്യനും ഉണ്ടായിരുന്ന സമയത്ത് ആര്യനും അങ്ങനെ തന്നെയാണ്. അനുമോൾ കയറി അവിടെ എന്തെങ്കിലും ഫുഡ് കുറച്ച് തന്നോളൂ, ഫുഡ് തന്നില്ല, ഫുഡ് പിടിച്ചു വെച്ചു, ഇതൊക്കെ പിന്നീട് ഇവരെ തുടങ്ങി വെക്കും. അതാണ് ഷാനവാസ് എടുക്കും. ഷാനവാസ് പിന്നെ ഭയങ്കര വഴക്ക്. ഇത് അനു എന്നൊക്കെ കിച്ചണിൽ കയറിയിട്ടുണ്ടോ അന്നൊക്കെ ഇത് വഴക്ക് ഉറപ്പാണ്. എന്നിട്ടും അനു കിച്ചണിൽ കയറാറുണ്ട്. കാരണം അത് അവരുടെ ഒരു മനസ്സാണ്. കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക, അത് വിളമ്പി കൊടുക്കുക, മറ്റുള്ളവരെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തൊക്കെ അനുമോളുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കുന്ന പ്രേക്ഷകർക്ക് അതുകൊണ്ടാണ് അനുമോളെ കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ, ഡ്രാമ ക്യൂൻ, എപ്പോഴും കരയുന്ന വ്യക്തി, അങ്ങനെയൊന്നുമില്ല. അത് അതിനകത്ത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇമോഷണലി എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കരയാതിരിക്കണം, അങ്ങനെയൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിനകത്ത് പോയ ആണുങ്ങൾ പോലും ഷാനവാസ് കരയുന്നു, അക്ബർ കരയുന്നു, എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒതുക്കി നിൽക്കാമല്ലോ. പക്ഷെ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഭയങ്കര ചെറുപ്പത്തിൽ തൊട്ടിട്ട് ചെറിയ കാര്യത്തിന് പോലും കരയുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു മെമ്പറാണ്
അനുമോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അനുമോൾക്ക് അവിടെ കരയാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, എന്താണ് കരയണത്. പിന്നെ നമുക്ക് അനുമോളെ കുറിച്ച് മനസ്സിലാവും, അനുമോളെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാകും. അതല്ലാതെ അനുമോളെ ഇതിനു വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത് ചില യൂട്യൂബേഴ്സ് അങ്ങനെ പറയുന്നുണ്ട്, ചില അക്ബർ ഫാൻസ് അങ്ങനെ പറയുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് ഇത് കരയുന്നത് ഡ്രാമയാണെന്നാണ്. ഡ്രാമയല്ല, ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് അനുമോള് കരയുന്നതായിട്ട് കണ്ടത്. പിന്നെ കുറേ നാൾക്കത് അവര് പിടിച്ചു നിന്നു. പിന്നെ ഞാൻ കരയുന്നത് കണ്ടത് ലാസ്റ്റ് വീക്കില് ആദിലയും നൂറയുമായിട്ടുള്ള ഒരു അടുക്കളയിൽ വെച്ച് ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മാത്രമാണ് അനുമോൾ പിന്നെ കരയുന്നത് കണ്ടത്. അപ്പൊ അനുമോൾക്ക് കരയാതെ ഇരിക്കാനും ചില സാഹചര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഇനി കരഞ്ഞ് ഒരു കരച്ചിലോളിയാണെന്ന രീതിയിലോട്ട് ഒരു ഇമേജ് വേണ്ടെന്ന് അവര് വളരെയായിട്ട് കോൺഷ്യസ് ആയിട്ട് അവര് അത് ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഫിനാലെ വീക്കിലേക്ക് കടന്ന അനുമോള് അവര് അതിന് അർഹ തന്നെയാണ്. എന്ത് PR എന്ന് പറഞ്ഞാൽ ഒരു PRക്ക് ഒരു പരിധിയുണ്ട്. ഒരു PR എന്ന് പറഞ്ഞാൽ ആർക്കാണ് PR ഇല്ലത്? ഗവൺമെന്റിന് പോലും PR ഉണ്ട്, എല്ലാ സിനിമാ നടന്മാർക്കും PR ഉണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ നന്നാക്കി കാണിക്കാനായിട്ട്, നമ്മുടെ കാര്യങ്ങൾ നല്ലതാണെന്ന് കാണിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിനകത്ത് ഉള്ള ആൾക്കാര് എത്രത്തോളം നല്ലതാണ് എത്രത്തോളം മോശമാണെന്ന് പ്രേക്ഷകര് കാണുന്നുണ്ട്. പ്രേക്ഷകര് അടുത്ത് കണ്ടിട്ട് ഈ പെണ്ണ് ശരിയല്ലല്ലോ, ഇവളെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ വീഡിയോ വരുന്നത്, തെറ്റല്ലേ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ ചിന്തിച്ചാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ ഈ PR കാര്യമൊക്കെ. അല്ല PR ഒരാളെ കൊണ്ട് ജയിപ്പിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതിനകത്ത് അനുമോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഒലിപ്പിച്ച് കാണിക്കാം. അതിലിപ്പോൾ എന്താണ് തെറ്റ്? നമ്മളെ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് വരുന്നില്ല. ഇപ്പൊ ലൈവിൽ വരുന്ന കാര്യങ്ങൾ നമ്മളുടെ ഈവനിങ്ങിലുള്ള ഒരു എപ്പിസോഡ് വരുന്നില്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരും കാണില്ലല്ലോ. പക്ഷെ ഇത് റീൽസ് ആയിട്ടും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് അനുമോൾ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ലേ എന്ന് ജനങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്. ഇപ്പൊ അക്ബർ ആണെങ്കിലും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെവിനെ ഇപ്പൊ ആദില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നെവിന് ഒരുപാട് ഫാൻസ് വന്നിട്ടുണ്ട്, അനീഷിന് ഒരുപാട് ഫാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ അനുമോൾ ചെയ്യുന്നുള്ളൂ. ഇനി 16 ലക്ഷത്തിന്റെ PR കുറിച്ചിട്ട് പറയുവാണെങ്കിൽ അതിന് അനുമോൾ പുറത്ത് വന്നതിന് ശേഷമാണ് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബിന്നിക്ക് ഇത് എവിടുന്ന് കിട്ടി എന്നുള്ള കാര്യം ബിന്നിയോട് അനുമോൾ പറഞ്ഞു, അത് ആദിലോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അനുമോൾ അതിനകത്ത് നിന്ന് വന്നിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇപ്പൊ അതിനകത്ത് നിൽക്കുമ്പോൾ അതൊരു ഗെയിമാണ്. ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ ഇരിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഇങ്ങനെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനെ അത് ബാധിക്കുമ്പോൾ ആരാണെങ്കിലും ചിലപ്പോൾ അത് പറഞ്ഞില്ലെന്ന് വരും. അപ്പൊ 16 ലക്ഷത്തിന് കാര്യം അനുമോൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്നി അത് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോൾ എന്നുള്ളത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, ലൈവിലും കണ്ടിട്ടില്ല, എപ്പിസോഡും ഒന്നും നമ്മൾ അനുമോൾ ഈ 16 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ PR കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞു. പുറമെ അവർ കുടുംബവും പറഞ്ഞിട്ടുണ്ട് PR കൊടുത്തിട്ടുണ്ട്. PR എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് 16 ലക്ഷം കൊടുത്തിട്ട് എന്റെ മോളെ ജയിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ ജയിപ്പിക്കണമെന്നോ അനുമോൾ കൊടുത്തതല്ല. പകരം അവരെ നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിടാൻ നമ്മൾ പറയുമല്ലോ, അതാണ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. അത് അപ്പൊ എന്തായാലും അനുമോൾ ഒരു കടമ്പയും കടന്നു, ഫിനാലെ വീക്കിൽ എത്തിയിരിക്കുകയാണ്. ഇനി ടോപ്പ് 5 ടോപ്പ് 3 പിന്നെ ജയിക്കോ ഇല്ലെന്നൊക്കെ നമ്മൾ കണ്ടറിയാം. എന്തായാലും ഒരാഴ്ച കൂടെ ഉള്ളൂ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനീഷ് ഫാൻസ് ആയാലും അനുമോൾ ഫാൻസ് ആയാലും എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാൻ എന്തായാലും അനുമോൾ ഫാൻ എന്ന രീതിയിൽ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ജയിക്കട്ടെ. ഒരു ദിൽഷയ്ക്ക് ശേഷം ഒരു ലേഡി കണ്ടസ്റ്റന്റ് ജയിക്കുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ. അവർ നന്നായി കളിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ലേഡി കണ്ടസ്റ്റന്റ് ജയിക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞു, നന്നായി കളിക്കുന്ന നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അനുമോള്. അപ്പൊ അനുമോള് ജയിക്കാനായിട്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്.